വിനീഷിലേക്കും മിഥുനിലേക്കും വീണ്ടും. മിഥുൻ, വിനീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കപ്പുയർത്താൻ ഈ ഗഡികൾ. തൃശ്ശൂരിൻ്റെ ചുടക്കുട്ടികൾ ഇത് അല്പസമയത്തിനകം തന്നെ വേദിയിലേക്ക് എത്തും. ഒപ്പം സിനിമാ താരങ്ങളായ ആസിഫ് അലിയും ടൊവിനോ തോമസ് അടക്കമുള്ള അതിഥികളും അവിടത്തേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നേരത്തെ നിങ്ങൾ പങ്കുവച്ചതുപോലെ തന്നെ ഫോട്ടോ ഫിനിഷിങ്ങിലൂടെയാണ് തൃശ്ശൂർ ജേതാക്കളായിരിക്കുന്നത്. പാലക്കാട്, കണ്ണൂർ, അങ്ങനെ ഓരോ പോയിന്റ് നില എടുത്ത് വെച്ച് നോക്കുമ്പോഴും മികവുറ്റ ഒരു മത്സരം, മികവുറ്റ മത്സര ഇനങ്ങളാണ് കാണികൾക്ക്, ആസ്വാദകർക്ക് വിരുന്നായി മാറിയത്. ഈ മത്സര ഇനങ്ങളെ, ഈ പോയിന്റ് പട്ടികയെ ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് വിനീഷ്. തീർച്ചയായിട്ടും വളരെ മികവുറ്റ ഒരു മത്സരം തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആകാംക്ഷകളുടെ നിമിഷങ്ങൾ, കപ്പിനും ചുണ്ടിനും കപ്പിനുമിടയിൽ കപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പാലക്കാടിനാണ് എന്നുള്ളത് ഹൃദയഭേദകമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. പക്ഷെ അവരുടെ പോരാട്ട വീര്യം, ആ പാലക്കാടൻ കോട്ട എത്രത്തോളം ഭദ്രമായിരുന്നു എന്നുള്ളത് ആ 1007 പോയിന്റിന്റെ ആ ഒരു മേധാവിത്വം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ ആ പാലക്കാടൻ കോട്ടയിൽ മേധാവിത്വം നേടിക്കൊണ്ട് 1008 പോയിന്റിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് പറഞ്ഞു വന്നത്. ആ 1007 പോയിന്റിന്റെ കോട്ട പാലക്കാട് കെട്ടിയപ്പോൾ ആ കോട്ടയ്ക്ക് മുകളിൽ വിജയ പതാക സ്ഥാപിച്ചു ശക്തന്റെ തട്ടകം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള പൂരങ്ങളുടെ നാട്ടിലേക്ക്, അല്ലേ? തീർച്ചയായിട്ടും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് കലാ കേരളം എന്നുള്ളത്. കാരണം നമുക്കറിയാം തൃശ്ശൂർ പൂരത്തിന്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളെല്ലാം തന്നെ പ്രേക്ഷകർ കണ്ടിരിക്കും. ഒരു കാര്യം ചോദിക്കട്ടെ, നിലവിലെ ഇത്തവണത്തെ ഒരു കലോത്സവത്തെ മൊത്തത്തിൽ നമുക്ക് വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു അച്ചടക്കമുള്ള കലോത്സവം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ സംഘാടനത്തെ സംബന്ധിച്ച് നമുക്ക് ആദ്യഘട്ടത്തിൽ ഉയർന്നിരുന്ന, ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട പരാതി ആളുകൾ വരുന്നില്ല എന്നുള്ളതാണ്. അത് പ്രധാനമായും നമ്മൾ പറയേണ്ടത് ഓരോരോ നാടിന്റെ സ്വഭാവമാണ്. നമുക്കറിയാം ഈ സാംസ്കാരിക കൂട്ടായ്മകൾക്ക് പിന്നെ രാത്രികൾ അങ്ങ് ഏറ്റെടുക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. രണ്ടാം ദിനം മുതൽ അനന്തപുരിയിൽ വലിയ രീതിയിൽ ഓരോ വേദികളിലേക്കും അനന്തപുരിയിലെ ജനപ്രവാഹം ഒഴുകുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ഓരോ നാടിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഈ സാംസ്കാരിക പരിപാടികൾക്കും കലാപരിപാടികൾക്കും പഞ്ഞമുള്ള നാടല്ല തിരുവനന്തപുരം. ആഴ്ചതോറും വലിയ വലിയ പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. ആ കൂട്ടത്തിൽ ഒന്നാമനായി കലോത്സവം എത്തിയെങ്കിൽ പോലും അതിനെ ഇരു കൈയും നീട്ടി കലോത്സവം സംഘടിപ്പിക്കാൻ ഇവിടുത്തെ സംഘാടകർക്ക് സാധിച്ചു എന്ന് പറയാൻ ഒരു ഘട്ടത്തിൽ പറയാം. പ്രത്യേകിച്ച് പറയേണ്ടത് നമ്മളിപ്പോൾ നിൽക്കുന്ന ദിവസം സമയം നോക്കൂ, 4:30 നമ്മൾ ഏതാണ്ട് 3:30 കൂടി തന്നെ കലാകിരീടം ആര് ചൂടുമെന്നത് സംബന്ധിച്ച് ഉറപ്പിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ആകാംക്ഷ നിലനിന്നിരുന്ന ഒരു സമയമായിരുന്നു, അല്ലേ? പ്രത്യേകിച്ച് ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ പാലക്കാട് മുന്നിലോട്ട് പോകുമോ അതോ തൃശ്ശൂർ മുന്നിലെത്തുമോ എന്നൊക്കെ സംബന്ധിച്ചുള്ള ഒരു സംശയം തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. അതെ, മുൻ വർഷങ്ങളിൽ ഈ പൊതുസമ്മേളനം, സമാപന സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ അനിശ്ചിതത്വം നീങ്ങാറുണ്ടായിരുന്നു. കാരണം പല വേദികളിലും ഇത്തരത്തിൽ പരിപാടികൾ പൂർത്തിയാകാത്തതിന്റെ അവസ്ഥകളുടെ കാര്യത്തിൽ ഇത്തവണ കുറവുണ്ടായി എന്നത് തന്നെയാണ് നമുക്ക് സാധിക്കുന്നത്. വിളിച്ച് അത് കൂടുതൽ സമയത്തിലേക്ക് അർദ്ധരാത്രികളിലേക്കൊക്കെ മത്സരം നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നു. അത് ഏറ്റവും അവസാനം നടന്ന കൊല്ലം കലോത്സവത്തിൽ പോലും നമുക്കത് കണ്ടു. പക്ഷേ തിരുവനന്തപുരത്തേക്ക് എത്തിയപ്പോൾ ആ അപ്പീലുകൾ അപ്പാടെ കുറഞ്ഞു എന്നല്ലേ നമുക്ക് വിലയിരുത്താൻ. അപ്പീലുകളും അതുപോലെ തന്നെ സമയം അധികമായി സമയമെടുക്കുന്ന രീതിയുണ്ട്. അർദ്ധരാത്രി 2 മണി വരെയും ഈ ഒപ്പനയും അതുപോലെ തന്നെ തിരുവാതിരക്കളിയുടെയും എല്ലാം മത്സരം അർദ്ധരാത്രിയിലേക്കും പുലർച്ചയിലേക്കും നീങ്ങുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിവിടെ ഉണ്ടായില്ല എന്നൊരു സംശയം നിലനിൽക്കുന്നത് കൊണ്ട് എന്താണ് അതിന് പിന്നിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പരിശോധിച്ചു നമ്മൾ. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് വേദികളുടെ എണ്ണം കൂട്ടിയത്, അതായത് കൃത്യമായി പറഞ്ഞാൽ 25 വേദികൾ എത്തിയത് തന്നെയാണ് കലോത്സവത്തിന് ഏറ്റവും കൂടുതൽ മികവ് ഉണ്ടാക്കിയത് എന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കുന്നു, അല്ലേ? തീർച്ചയായിട്ടും. ഈ 25 വേദികളിൽ ഒരേ സമയം തന്നെ മത്സരങ്ങൾ നടക്കുമ്പോൾ 4-ാം തീയതി 11:30 കൂടിയാണ് ഈ കലാകിരീടം തേടിയുള്ള യാത്ര. ഈ കലാമാമാങ്കം ഈ മണ്ണിൽ, ഈ തിരുവിതാംകൂറിന്റെ മണ്ണിൽ ആരംഭം കുറിച്ചത് 11:30 കൂടി. പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും കൃത്യം 9:30 തന്നെ മത്സരങ്ങൾ ആരംഭിക്കുകയും സമയബന്ധിതമായി ഏറെക്കുറെ ഈ ഒരു മത്സരങ്ങൾ സമാപിപ്പിക്കാൻ സംഘാടകർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന്റെ ഫലമായി തന്നെ വേണം ഇന്ന് ഈ അവസാന നിമിഷം ഉച്ചയോടുകൂടി തന്നെ വെറും 2 മത്സരത്തിന്റെ ഫലം വന്നാൽ വിജയികളെ നിർണ്ണയിക്കാം എന്നുള്ള ഒരു നിമിഷത്തിലേക്ക്, ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ കടന്നു എന്ന് തന്നെയാണ്.
ഇന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആകാംക്ഷയോടെ നമ്മൾ ഫോൺ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആർക്കായിരിക്കും കലാകിരീടം എന്നുള്ളത്. കാരണം ഇനി ശേഷിക്കുന്നത് 2 മത്സരഫലം മാത്രമേ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ആ സമയത്തിനിടയ്ക്ക് പ്രഖ്യാപിക്കപ്പെടുമോ, വിജയി ആരെന്ന് പ്രഖ്യാപിക്കപ്പെടുമോ എന്നുള്ളത് വലിയ ആശങ്കയോട് കൂടി തന്നെയാണ് നമ്മൾ നിന്നത്, ആകാംക്ഷയോട് തന്നെയാണ് നിന്നത്. കാരണം ഇന്നത്തെ ഉച്ചഭക്ഷണം ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി നമുക്ക് ആ പോയിന്റ് നില ഒന്ന് കൃത്യമായി പറഞ്ഞ് മുന്നോട്ട് പോകാം. തൃശൂർ കൃത്യമായി ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടത് 1008 പോയിന്റുകളുമായി. പാലക്കാടാകട്ടെ 1 പോയിന്റ് വിട്ട് 2ാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നു, 1007 പോയിന്റ്. കണ്ണൂർ 1003 പോയിന്റ്. കോഴിക്കോട് 1000 പോയിന്റ്, 4ാം സ്ഥാനം. എറണാകുളം 980 പോയിന്റ്, 5ാം സ്ഥാനം. ബാക്കി എങ്ങനെയാണ്? എറണാകുളം 5ാം സ്ഥാനം നേടിയത് 980. എറണാകുളവും മലപ്പുറവും ഒരേ സ്ഥാനം അലങ്കരിക്കുന്നു എന്നുള്ളതാണ്. 980 പോയിന്റാണ് തുല്യമായി ലഭിച്ചിരിക്കുന്നത്. കൊല്ലം 964 പോയിന്റ്, തിരുവനന്തപുരം 957 പോയിന്റ്, ആലപ്പുഴ 953 പോയിന്റ്, കോട്ടയം 924 പോയിന്റ്, കാസർഗോഡ് 913 പോയിന്റ്, വയനാട് 895 പോയിന്റ്, പത്തനംതിട്ട 848 പോയിന്റ്, ഏറ്റവും അവസാനമായി ഇടുക്കി ജില്ല 817 പോയിന്റാണ് ലഭ്യമായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ തൃശ്ശൂരിനും പാലക്കാടിനും സാധിച്ചു എന്നുള്ളതാണ്. ഈ മൊത്തം മത്സരത്തിലുണ്ടായ ആധിപത്യം അല്ലെങ്കിൽ ആ ഒരു ഇഞ്ചോടിഞ്ചുള്ള മത്സരമുണ്ടല്ലോ, അത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉണ്ടായിരുന്ന മത്സരം എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ള പോയിന്റ് നിലവാരം പോലെ തന്നെയാണ്. തൃശ്ശൂർ 526 പോയിന്റും പാലക്കാട് 525 പോയിന്റുമാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആകെ നേടാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇതേ തുല്യ അവസ്ഥ തന്നെ തുടരുകയുണ്ടായിരുന്നു. പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്നത് ആ തൃശ്ശൂരിലെ ശക്തന്റെ തട്ടകത്തിലേക്ക് നമ്മുടെ സ്വർണ്ണക്കപ്പ് എത്തുന്ന കാഴ്ച തന്നെയാണ് ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്നത്. എന്ത് മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് ആ വേദിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നതെന്നാണ്. ആ കപ്പ് കൊണ്ട് അങ്ങനെ വച്ചിരിക്കുമ്പോൾ എപ്പോൾ മുത്തമിടാം, ഇനി തങ്ങളുടെ കയ്യിലേക്ക് എപ്പോൾ ആ കപ്പ് കിട്ടുമെന്ന് തൃശ്ശൂർ ഗഡികൾ അങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ നീക്കി പോകുന്ന കാഴ്ചയാണ്. ഞാനൊരു ഭാവന പറയട്ടെ, ഈ വടക്കുന്നാഥന്റെ തെക്കേ നടയിൽ ഈ ഗജവീരന്മാർ ഒരു തിടമ്പേറ്റുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ആ തിടമ്പേറ്റുന്ന കാഴ്ച അല്പസമയത്തിനകം തന്നെ തിരുവിതാംകൂറിന്റെ മണ്ണിൽ, പത്മനാഭന്റെ മണ്ണിൽ, ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആവർത്തിക്കാൻ പോവുകയാണ്. തെക്കേ ഗോപുരം നട തള്ളി തുറക്കാനായിട്ട് അങ്ങനെ കാത്തു നിൽക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ആ തിടമ്പ് ഏൽക്കുകയാണ്, ഈ സ്വർണ്ണ കിരീടം തിടമ്പ് ഏൽക്കുകയാണ്. ഗജരാജന്മാരല്ല, കേരളത്തിന്റെ കലാരാജാക്കന്മാരായ തൃശ്ശൂർ ഗഡികൾ. കൗമാരക്കലയുടെ ഏറ്റവും വലിയ മാമാങ്ക സമയത്ത് ആ കപ്പ് ആർക്കാണ് എന്നതിന്റെ ഉള്ള അവസാന തീരുമാനത്തിലേക്ക് എത്തുന്നു. തൃശ്ശൂർ ഗഡികൾ ആ കപ്പുകൾ സ്വന്തമാക്കുന്നു. ഇനി ആ എങ്ങനെയാണ് വാതിൽ തള്ളിത്തുറന്ന് മുന്നോട്ട് പോയി ആ കപ്പ് കയ്യിലേക്ക് ഏറ്റുവാങ്ങുക എന്ന നിമിഷത്തിലേക്ക് എത്തുന്നു. ആ ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങളിൽ പങ്കെടുക്കുന്നത് ആരൊക്കെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സിനിമാ ലോകത്ത് നിന്ന് ആരൊക്കെയാണ് എത്തുന്നത്? ആസിഫ് അലിയും അതുപോലെ തന്നെ ടൊവിനോ തോമസുമാണ് ഇവിടേക്ക് എത്തുന്നത് എന്നാണ് നമ്മൾ ഇതോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവർ ഇതോടകം തന്നെ വേദിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്, അറിയത്തില്ല. എന്തായാലും അവർ ഉടനെ തന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആകാംക്ഷ നിറഞ്ഞ നിമിഷങ്ങൾ, ആഹ്ലാദം നിറഞ്ഞ നിമിഷങ്ങൾ, ആമോദം നിറഞ്ഞ നിമിഷങ്ങൾ, വാക്കുകളാൽ പറഞ്ഞാൽ തീരാത്ത നിമിഷങ്ങളിലേക്ക് തൃശ്ശൂരിന്റെ ഓരോ ഗഡികളും തൃശ്ശൂരിന്റെ ഓരോ സ്പന്ദനവും അങ്ങനെ അനന്തപുരിയിൽ അലയടിക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ആവേശം നിറഞ്ഞ കാഴ്ചകൾ തന്നെയായിരുന്നു, ആവേശം നിറഞ്ഞ സംഭവ വികാസങ്ങൾ തന്നെയാണ് ഈ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നടന്നത്. ആദ്യ ദിവസം മുതൽ തന്നെ നമുക്കറിയാം എത്ര വാശിയോടെയാണ് എന്ത് സുന്ദരമായ കപ്പ് കാഴ്ചകൾ കാണുമ്പോൾ ആ നിമിഷങ്ങളിലേക്ക് ആ കപ്പിലേക്ക് ഒന്ന് മുത്തമിടാൻ വേണ്ടി ശക്തന്റെ തട്ടകത്തിലെ ഓരോ ഗഡികളും അങ്ങനെ കാത്തിരിക്കുന്നു. പൂരങ്ങളുടെ നാട്ടിലേക്ക് ആ കപ്പിനെ കൊണ്ടുപോകാനായി കൗമാരക്കല കാത്തിരിക്കുന്ന, കൗമാര യുവജനങ്ങൾ കാത്തിരിക്കുന്ന ആ നിമിഷങ്ങളിലേക്കാണ് ഇതിനെ നമ്മൾ കടക്കാൻ പോകുന്നത്. കൃത്യം 5 മണിയോടുകൂടി തന്നെ ആ നിമിഷങ്ങളിലേക്ക് നീങ്ങുമെന്നല്ലേ നമുക്കറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും സമാപന സമ്മേളനം ഉടൻ തന്നെ ആരംഭിക്കും. ഈ കഴിഞ്ഞ 5
ദിവസം ഈ അനന്തപുരിയിൽ നടന്നത് അക്ഷരാർത്ഥത്തിൽ ഒരു മാമാങ്കം തന്നെയായിരുന്നു. കാരണം പലരുടെയും കോട്ടക്കൊത്തകങ്ങൾ തകർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന ചില മത്സര ഇനങ്ങളുണ്ട്. അവിടെ ഈ ജില്ലയുടെ തന്നെ വലിയ രീതിയിലുള്ള പ്രാമാദിത്യം ഉണ്ടാകുമെന്നായിരുന്നു ധാരണയുണ്ടായിരുന്നത്. പക്ഷേ അതിന് മങ്ങലേൽപ്പിച്ചുകൊണ്ട് പല അട്ടിമറികളും നടന്നു. തകർക്കുകയാണ്, അർമാദിക്കുകയാണ് തൃശ്ശൂരിലെ ഗഡികൾ. പല ഭേദാവിത്വവും തകർന്നു വീണു ഈ കലോത്സവത്തിൽ. അതേസമയം തന്നെ പല കോട്ടക്കൊത്തളങ്ങളും നിലനിർത്താനും ഇത്തവണ സാധിച്ചു എന്നുള്ളതാണ്. അത്തരത്തിൽ കൊണ്ടും കൊടുത്തും വെട്ടിയും വെട്ടൊഴിഞ്ഞു മാറിയും എല്ലാമാണ് ഈ കലാകിരീടം ഇന്ന് ശക്തന്റെ തട്ടകത്തിലേക്ക് എത്തിയിരിക്കുന്നത്, വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. വളരെ വലിയ മനോഹരമായിട്ടുള്ള ഒരു ആവേശം നിറഞ്ഞ മത്സരം തന്നെയാണ് ഓരോ ഇനത്തിലും ഈ കുട്ടികൾ, ഈ തൃശ്ശൂർ ഗഡികൾ നടത്തിയിരുന്നത്. ഇപ്പോൾ ഈ വളരെ അഭിമാനത്തോടു കൂടി ഈ കപ്പ് ഞങ്ങൾ ഇന്ന് എടുക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂർ ഗഡികൾ. തൃശ്ശൂരിനെ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ ഒരാൾ അങ്ങ് നേരത്തെ എടുത്തു. 99 ശേഷം ഏകദേശം 1/4 നൂറ്റാണ്ട് കാത്തിരുന്ന് വീണ്ടും നമ്മളെ തൃശ്ശൂരിലെ കൗമാര യുവജനങ്ങൾ ആ കപ്പിനെ അങ്ങ് എടുത്തിരിക്കുകയാണല്ലേ. തീർച്ചയായിട്ടും വളരെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇച്ചിരി കാത്തിരുന്നാലും അങ്ങ് ഉഷാറാക്കും, തിരിച്ചുവരവ് അങ്ങ് ഉഷാറാക്കും. അതുകൊണ്ടാണ് ഈ ഉഷാറായി വന്നിരിക്കുന്നത്. അതും തലസ്ഥാനത്ത് നിന്ന് സാംസ്കാരിക തലസ്ഥാനത്തേക്ക് നിമിഷത്തിലേക്ക് മിഥുനും കടന്നിട്ടുണ്ടോ? ഒരിക്കലും അഹങ്കരിക്കുന്നില്ല, പക്ഷേ എന്നിരുന്നാലും അഭിമാനിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നമ്മുടെ രാഷ്ട്രീയ തലസ്ഥാനത്ത് നിന്ന് കലയുടെ തലസ്ഥാനത്തേക്ക്, സാംസ്കാരിക തലസ്ഥാനത്തിലേക്ക് ഏറ്റവും അർഹിച്ച ഇടത്തേക്ക് ആ അർഹിച്ച കപ്പ് എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഈ കലോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെ നമ്മൾ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് തൃശ്ശൂരിന്റെ കാത്തിരിപ്പ് വെറുതെ ആയിരുന്നില്ല എന്നുള്ളതാണ്. സദസ്സിലെയും ആവേശ കാഴ്ചകൾ ഒപ്പിയെടുക്കാനായി പോകാം അല്ലേ. അവിടെ ടിൻഡും തയ്യാറാണ്, ശാലിനിയും തയ്യാറാണ്. തീർച്ചയായിട്ടും കൂടി നമുക്ക് പോകേണ്ടതുണ്ട് അല്ലേ. ടിൻഡു ചേരുകയാണ്. ടിൻഡു, സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ ഏറ്റുവാങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ്. 5 മണിക്കാണ് ഔദ്യോഗികമായ സമാപന സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത്. അതിഥികളൊക്കെയും വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റു വിവരങ്ങൾ കൂടി. തീർച്ചയായിട്ടും കെ.പി, അതിഥികളൊക്കെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 5 മണിയോടുകൂടി തൃശ്ശൂരിന് അവരുടെ സ്വർണ്ണ അല്ലെങ്കിൽ സുവർണ കപ്പ് അവർക്ക് കിട്ടും. അതിന് മുന്നോടിയായിട്ട് തന്നെ സിനിമാ താരങ്ങളായിട്ടുള്ള ആസിഫ് അലി, അതോടൊപ്പം തന്നെ ടോവിനോ തോമസ് തുടങ്ങിയ താരങ്ങളും സെൻട്രൽ സ്റ്റേഡിയത്തെ പ്രധാന വേദിയായിട്ടുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും സമാപന സമ്മേളന നടപടികൾ അല്ലെങ്കിൽ ചടങ്ങുകൾ നടക്കുന്നത്. എന്തായാലും 4 ദിവസത്തെ ആഘോഷം തിരുവനന്തപുരം തലസ്ഥാനത്ത് ശ്രീപത്മനാഭന്റെ മുന്നിൽ അല്ലെങ്കിൽ ശ്രീപത്മനാഭന്റെ മണ്ണിൽ കൊട്ടിക്കയറുകയാണ്. ഈ സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പുറത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അതോടൊപ്പം തന്നെ അധ്യാപകരും അതോടൊപ്പം തന്നെ ഈ മറ്റ് ആളുകളൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 25 ആയിരുന്നു മത്സരം. 25 വേദികളും 25 നദികളുടെ പേരിലായിരുന്നു. കേരളത്തിലെ സംസ്കാരത്തെ, കേരളത്തെ ഒന്നു ചേർക്കുന്നത് ഭാഷയിലാണെങ്കിൽ അതോടൊപ്പം തന്നെ കേരളത്തിലെ സംസ്കാരങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നത് നദീതീരങ്ങളാണെന്ന് പറയേണ്ടി വരും. വലിയൊരു സാംസ്കാരികമായിട്ടുള്ള ഒത്തുചേരലായിരുന്നു കഴിഞ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ വർണ്ണാഭമായ നിമിഷങ്ങളാണ് കലാമാമാങ്കത്തിന് കൊടിയിറങ്ങുമ്പോൾ. തൃശ്ശൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കിയിരിക്കണം. അല്പസമയത്തിനകം തന്നെ സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ ഏറ്റുവാങ്ങി. 26 വർഷങ്ങൾക്ക് ശേഷമാണ് തൃശ്ശൂരിന്റെ മണ്ണിലേക്ക് സ്വർണ്ണ കിരീടം, സ്വർണ്ണക്കപ്പ് എത്തുന്നത്. പാലക്കാടും കണ്ണൂരുമാണ് 2, 3 സ്ഥാനങ്ങളിൽ.